ചോദിക്കുന്ന ഇത്രയേറെ, അതായത് ഒരു ശ്രീലങ്കയിൽ ലവ് ചിഹ്നവും കാണിച്ചിട്ട് ഞാൻ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ശ്രീലങ്കയിൽ ലവ് ചിഹ്നം കണ്ടു, ബാക്കി കൺവെർസേഷൻ ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. പിന്നെ അത് ഞാനും പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഒരു സംഭാഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ സംഭാഷണമാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൺവെർസേഷനാണ്. ആ കൺവെർസേഷൻ പുറത്തുവിടേണ്ട ബാധ്യത എനിക്കുമില്ല. ഞാൻ ചോദിക്കുന്നത് അത് കണ്ടിട്ട് അതൊരു ഫ്ലേർട്ട് ശ്രമമാണ് എന്ന് പറയുന്ന അവര് എന്നെ പറ്റി മറ്റു തെളിവുകളുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ, പ്രശ്നം തോന്നുന്നില്ലേ? ഇനി ഞാൻ പറഞ്ഞല്ലോ അത്തരം വിഷയം ഞാൻ ഇപ്പോഴും ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. അല്ല, എന്ത് കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത് സൈബർ ഇടത്തിൽ ആയിരക്കണക്കിനായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഓരോ ദിവസവും ആളുകളിൽ നിന്ന് വരുന്നത്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേതാക്കന്മാർ പറയുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ നമ്മൾ അതിന് മറുപടി പറയാം. അതല്ലാതെ സൈബർ ഇടത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പരാതി കൊടുക്കാൻ നിന്നാൽ എൻ്റെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ടി വരും. അത്രയേറെ ഈ വിഷയം മാത്രമല്ലല്ലോ, എത്ര വിഷയങ്ങളിലാണ് നിരന്തരമായി എനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്? എത്ര വിഷയങ്ങൾ, ഞാൻ പറഞ്ഞത് എത്ര ഇത് മാത്രമാണ് ചർച്ച ചെയ്തത്. നിങ്ങൾ പെട്ടി വിവാദം, നിങ്ങൾ വ്യക്തിയധിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും ഒരു പൊതുപ്രവർത്തകന് നേർക്കുള്ള വ്യക്തിയധിക്ഷേപം ഇത് മാത്രമാണ് എന്ന് നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഞാൻ ആദ്യമായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ നാട്ടിലൊരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ പറഞ്ഞത് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ BJP-യുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ പരാതിയുണ്ട്, ഞാൻ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വെച്ചിട്ട് പ്രസിഡന്റ് ആയ ആളാണെന്ന്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് ഏതാണ്ട് 2 വർഷത്തോടെ എടുക്കുന്നു. ഇതുവരെ എൻ്റെ പേരിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ആരോപണം ഉന്നയിച്ചില്ലേ? ഞാൻ അതിൻ്റെ പേരിൽ നാട്ടിലില്ല, ആ പ്രചരണം നടത്തിയ എല്ലാവർക്കെതിരെ കേസുമായിട്ടാണ് പോയത്. 2, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഒരു നീലപ്പെട്ടിയിൽ ഞാൻ കള്ളപ്പണം കടത്തി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണമല്ലേ? എന്തായിരുന്നു പ്രചരണം? പ്രചണ്ഡ പ്രചരണമായിരുന്നില്ലേ? ഞാൻ ആ വിഷയത്തിൽ ആർക്കെങ്കിലും എതിരായിട്ട് പരാതിയുമായിട്ട് പോയതായിട്ട് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഇനി അടുത്തത്, പിന്നെ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരായിട്ട് പരാതി പോയിട്ടുണ്ട്, അല്ലാതെ സൈബർ സ്പേസിലുള്ള ആളുകൾക്കെതിരായിട്ട് ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് നിരന്തരമായപ്പോഴത്തേന് ഞാനത് വിട്ടു. ആദ്യമൊക്കെ നമ്മൾ പരാതി കൊടുത്തു, ആദ്യം 1-2 ഇഷ്യൂസ് വന്നപ്പോൾ നമ്മൾ പരാതി കൊടുത്തു. പക്ഷേ ഈ പോലീസിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് ഒന്നിനും കൊള്ളില്ല. അത് നിങ്ങളുടെ തന്നെ എത്രയോ മാധ്യമപ്രവർത്തകർ അനുഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്തരം പരാതികൾ കൊടുത്തിട്ടില്ല, ഞാൻ കൊടുക്കാറില്ല. ഇനി ഇതിന് തൊട്ടു മുമ്പ് ഇതുപോലെ സമൂഹ മാധ്യമത്തിലൂടെ കാടിളക്കിയിട്ടൊരു വലിയ ആരോപണം വന്നു. ആ ആരോപണത്തിൽ പരാതിയില്ല. ആ ആരോപണത്തിൽ ഞാൻ ആർക്കെങ്കിലും എതിരെ നിയമ നടപടിയായിട്ട് പോയിട്ടുണ്ട്. ബന്ധപ്പെട്ട പുറത്തുനിന്ന് ഓഡിയോയുടെ ശബ്ദം പറഞ്ഞത് ഏതെങ്കിലും ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. അല്ല, ഞാനിനി ഞാൻ പറയാം, ഇനിയെങ്കിലും കാര്യം ഒന്ന് പൂർത്തീകരിക്കാൻ കാര്യം പൂർത്തീകരിക്കും. നടി പറഞ്ഞത് ഹൂ കെയർ എന്ന് പറഞ്ഞ നേതാവ് എന്നാണ് ആ പെൺകുട്ടി ആവർത്തിച്ച് പറഞ്ഞത്. അങ്ങനല്ല ആ പെൺകുട്ടി സുഹൃത്താണെന്ന് പറഞ്ഞു, അവരെ വിളിച്ച് ചോദിച്ചിരുന്നു. അല്ല, ഞാൻ ആരെ കുറിച്ചാണ് ഈ അല്ല ഞാൻ പറയട്ടെ ഇനി ആ കുട്ടിക്ക് ഉൾപ്പെടെ പരാതി ഉണ്ടെങ്കിൽ, ഞാൻ എന്താ പറഞ്ഞത്, ഇനി ആ കുട്ടിക്ക് അത്തരത്തിലൊരു പരാതി ഉണ്ട് എങ്കിൽ ആ കുട്ടി പരാതി കൊടുക്കുമ്പോൾ അത് കോടതിയിലെത്തുമല്ലോ. കോടതിയിലെത്തുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയട്ടെ ആ കുട്ടിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നിയമത്തിന് മുന്നിലെത്തുമ്പോൾ കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണ്. പക്ഷെ ആ കുട്ടി പോലും പരാതി പറയുന്നില്ല. പിന്നെ ആ കുട്ടി ഹൂ കേസ് എന്നല്ലോ പറഞ്ഞത്. ഇത്തരം അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ അല്ല ശ്രീ വി ഡി അല്ല പറയട്ടെ അല്ല ശ്രീ വി ഡി അല്ല ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാനുള്ള ഒരു സമയം എനിക്ക്. അല്ല, വാർത്താ സമ്മേളനം കേട്ടു, പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസം എടുക്കുന്നില്ല, കുട്ടി പരാതി കൊടുത്തു പ്രതിപക്ഷ നേതാവ് പറയുന്നു, അതിന് വിശ്വാസം എടുക്കുന്നില്ല. അല്ല, ഞാനൊന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു സമയം തരണം. ഇപ്പം അങ്ങ് പറയുന്നതിന് മുന്നേ പ്രതിപക്ഷ നേതാവിനെ തള്ളി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നൊരു വാർത്ത ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്കറിയില്ല. ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടതുപോലെ തന്നെ കണ്ട ഒരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞത് ഇതുവരെ എൻ്റെ മുന്നിൽ പരാതികളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ഇനി ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത്. അല്ല, ഞാൻ പറയട്ടെ, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. അദ്ദേഹം സ്ഥിരീകരിച്ചില്ല. അങ്ങനെ ഒന്നും ഇളക്കാനായിട്ട് നോക്കണ്ട. അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല. ഞാൻ പറയാമെന്ന കാര്യം ഒന്ന് പറയുമ്പോൾ സംഭവിക്കൂ. പറയും. അതായത് അങ്ങ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ടോ ഇല്ലേ? ഞാൻ ഈ നിമിഷം വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടില്ല. എന്നോട് രാജിവെക്കുമ്പോൾ രാവിലെ തൊട്ട് പറയുന്നത് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ടു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ എന്നോടാണല്ലോ ആവശ്യപ്പെടേണ്ടത്. ഇനിയും ഞാൻ രാജി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എപ്പോഴേ വാർത്ത വന്നു. അപ്പോൾ എൻ്റെ രാജിക്കത്ത് നിങ്ങളൊന്ന് കാണിച്ചു തരണം. അപ്പോൾ ഞാൻ ഇതുവരെ രാജ്യം വെച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഇതുവരെ രാജ്യം വെച്ചിട്ടില്ല. ഈ നിമിഷം ഇപ്പോൾ എത്ര മണിയായി? 1:25 വരെ ഞാൻ രാജി വെച്ചിട്ടുമില്ല. എന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ സമയത്ത്
സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉള്ളപ്പോൾ ഗൗരവതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സമയമായിട്ട് ആ സമയത്ത് ബോധപൂർവമായി ചില മാധ്യമ സ്ഥാപനങ്ങൾ വളരെ ബോധപൂർവമായി ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട്, വാർത്ത കയറിയുന്ന ആളുകളുണ്ട്, ന്യായമായിട്ട് വാർത്ത കയറിയുന്നുണ്ട്. അതല്ലാതെ പിന്നെ വളരെ ബോധപൂർവമായി സംസ്ഥാന സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാർത്ത ചെയ്യുന്ന മാധ്യമ സ്ഥാപനമുണ്ട്. ചില ആളുകളുടെ വലിയ വിധി പ്രസ്താവങ്ങളൊക്കെ കിട്ടിരുന്നു. ആ ആളുകളൊക്കെ നമുക്കും അറിയാവുന്നതല്ലേ. അത് പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കുന്നത് വരെ ഇനിയും ദയവ് ചെയ്ത് എന്നോട് ചോദ്യം ചോദിക്കുന്നുള്ള റിക്വസ്റ്റ് നിങ്ങളോട് വയ്ക്കുകയാണ്. ആജ്ഞയല്ല, ആക്ഷേപമല്ല. ഞാനൊന്നും പറയട്ടെ. ഞാൻ എന്റെ മാധ്യമ സമ്മേളനമല്ലേ സഹോദര, എന്റെ മാധ്യമ സമ്മേളനത്തിൽ ഞാൻ പറയുന്ന കാര്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുക. അതല്ലേ മര്യാദ. അപ്പോ ഈ മാധ്യമ സ്ഥാപനത്തിൽ വലിയ ജഡ്ജ്മെന്റ് ഒക്കെ നടത്തിയ ആളുകളെ നമുക്കറിയാം. ഈ ആളുകളൊക്കെ നമുക്കറിയാം, കൃത്യമായിട്ടറിയാം. അവരെ പറ്റി നമുക്ക് വളരെ ബോധ്യമുണ്ട്. അപ്പൊ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വകാര്യമായ കാര്യങ്ങൾ, അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്ത് പൊതുവിടത്തിൽ, സൈബറിടത്തിൽ, മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്ത് ഈ നിമിഷം വരെ എന്നെപ്പറ്റി ഒരു പരാതി ഒരാൾ ഉന്നയിക്കുക പോലും ചെയ്യാതെ, എന്റെ പേര് പറഞ്ഞൊരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കുക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ വാർത്ത വന്നിട്ട് സർക്കാരിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ്സുകാരനാണ്. എന്റെ പദവി ഇന്നിപ്പോ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണോ, മെനങ്ങാന്ന് NSU സെക്രട്ടറി ആയിരുന്നു, KSU ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഈ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയ ആളാണ് ഞാൻ. അതൊന്നും അല്ല എന്റെ പദവി. എന്റെ പദവി എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ളതാണ് എന്റെ പദവി. ഈ പാർട്ടിക്ക് ഒരു പോറൽ പോലും ആരെങ്കിലും ഏൽപ്പിക്കാൻ അനുവദിക്കാത്ത ഈ നാട്ടിലെ ലക്ഷക്കണക്കിനായ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിനിധിയാണ് ഞാൻ ആ പ്രതിനിധിയായിട്ടാണ് തുടങ്ങുന്നത്. ആ പ്രതിനിധിയാണ് ഇപ്പോഴും എന്റെ പാർട്ടിക്കെതിരായിട്ട് ആരുടെയെങ്കിലും ഒരു കടന്നാക്രമണം ഉണ്ടായാൽ അതിനെ അതിശക്തമായി ചെറുത്ത് സംസാരിക്കാനായിട്ട് മുന്നിൽ വരുന്ന ഒരാളാണ് ഞാൻ അതിനകത്ത് ഒരു ബാലൻസും ചെയ്യാറില്ല. ഒരു ബാലൻസും ഇന്നത്തെ ദിവസം വരെ ചെയ്യാറില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ബാലൻസ് ചെയ്യാറില്ല. ഏതെങ്കിലും മാധ്യമ സ്ഥാപനം കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചാൽ ആ മാധ്യമ സ്ഥാപനത്തോടും ഞാൻ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാറില്ല. അതിന്റെ പേരിൽ എനിക്ക് ആവുന്നത്ര ശത്രുക്കളൊക്കെ ഉണ്ട്. അതൊന്നും എന്റെ വിഷയമല്ല. അടിസ്ഥാനപരമായി എന്നെ ഇതൊക്കെ ആക്കുന്ന എന്റെ പാർട്ടിയാണ്. ആ ബോധ്യം എനിക്കുണ്ട്. അപ്പം പാർട്ടിയുടെ പ്രവർത്തകർ സർക്കാരിനെതിരായിട്ട് അഗ്രസീവായി നിലപാടെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ചില മാധ്യമ സ്ഥാപനങ്ങളുടെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ BJP ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇന്നലെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളെ പറ്റിയൊക്കെ ഞാൻ കേട്ടു. വലിയ പ്രസംഗമൊക്കെ നടത്തുന്ന ആളുകളെ കേട്ടു. ആ ആളുകളെ പറ്റി ഞാൻ തിരിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കും? ആ ആളുകളുടെയൊക്കെ വിചാരം എന്താ? നമുക്കൊന്നും, നമ്മൾ ഈ നാട്ടിലല്ലേ താമസിക്കുന്നത്. ഈ പ്രസംഗിച്ചിട്ടുള്ള ആളുകളുടെ, അത് മാധ്യമ സ്ഥാപനത്തിലും പുറത്തുമൊക്കെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളെയൊന്നും നമുക്കറിയില്ലേ? നമ്മളും തിരിച്ചങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഞാനത് ഭീഷണിപ്പെടുത്തുകയല്ല. അതൊന്നുമല്ല നമ്മുടെ പൊളിറ്റിക്സ്. നമ്മുടെ പൊളിറ്റിക്സ് രാഷ്ട്രീയം തന്നെ പറയുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, കോൺഗ്രസിന്റെ പ്രവർത്തകൻ ഇത് ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുന്നില്ല പണി. അപ്പൊ എന്റെ ഏതെങ്കിലും ഒരു ചെയ്തി ഞാൻ ഞാൻ വ്യക്തിപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി അനുഭവിക്കും. അത് ഞാൻ നിയമത്തിന്റെ മുന്നിൽ പോയി എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും എന്റെ ബാധ്യതയാണ്. നിയമവിരുദ്ധമായി ഇന്നത്തെ ദിവസം വരെ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല.